അമ്മായിമ്മ മരുമകൾ പ്രശ്നം എല്ലാ വീട്ടിലുള്ളതാണ്. നിങ്ങളുടെ വൈഫിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന എന്തില്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് അവർ വിവാഹം കഴിച്ചു തന്ന വീട്ടിലുണ്ടാകുന്ന പ്രതിസന്ധികൾ. ഈ പ്രതിസന്ധികൾ എന്താ വെച്ചാൽ വർഷങ്ങളെ കൊണ്ടൊന്നും തീർന്നോണമെന്നില്ല. 10, 20, 30 കൊല്ലക്കായിട്ടും ഈ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് അവിടെ താമസിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാര്യയാണ് നമ്മുടെ ഉമ്മയിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വീട്ടിൽ അനുഭവിക്കുന്നുവെങ്കിൽ അവളുടെ മനസ്സൊന്ന് വായിക്കാൻ ശ്രമിച്ചു നോക്കുന്നുകൾ. ഒന്നാമത്തെ മനസ്സെന്താ അറിയുങ്ങൾ, അവള് ബാധ്യസ്ഥയല്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ അവൾ എന്തല്ല ബാധ്യസ്ഥയല്ല. എന്ന് പറഞ്ഞാൽ അവൾക്കൊരു ബാധ്യതയില്ല, നമ്മുടെ വാപ്പാനിമ്മാനി നോക്കാൻ. അതിന്റെ അർത്ഥമല്ല. ചില ആൾക്കാർ അങ്ങനെ പറയുമ്പോഴേക്കും അങ്ങനെ മനസ്സിലാക്കും. അതിനർത്ഥമല്ല. കാരണം നിങ്ങളുടെ ഭാര്യ ആവുമ്പോൾ നിങ്ങളുടെ ഉമ്മയും വാപ്പയും നിങ്ങൾക്ക് നോക്കാൻ ബാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായിയായി, നിങ്ങളുടെ പാർട്ട്ണറായി, ജീവിത പങ്കാളിയായി വരുമ്പോൾ അവളും അത് ഉമ്മയും വാപ്പയും പോലെ കണ്ട് കൂടെ നിൽക്കുമെന്നാണ്. പക്ഷേ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഭാര്യയായി അവിടെ വന്നത് കൊണ്ട് അവൾ ആ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതമാകുന്നു എന്നതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, അവൾ അത് ഒരു എക്സ്ട്രാ ഡ്യൂട്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു പ്രത്യേക കാര്യം വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുമ്പോൾ, നമ്മൾ മക്കള് പോലും ചെയ്യാത്ത സേവനം നമ്മുടെ ഉമ്മക്കും വാപ്പയ്ക്കും അവർ ചെയ്തു കൊടുക്കുമ്പോൾ ആ സേവനത്തെ നമ്മൾ വിലമതിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ കാണാറ്, അതൊക്കെ അവർക്ക് അറിഞ്ഞല്ലേ, ഇവിടെ കല്യാണം കഴിച്ച് ഇവിടെ വന്നാൽ ഒക്കെ ചെലവ് കൊടുക്കണ്ടേ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നോക്കാനുള്ള ബാധ്യത അവൾക്കല്ലേ എന്ന് പറയും. ഞാൻ പറഞ്ഞ ആ നിലക്ക് അവർ ചെയ്യുന്ന ത്യാഗത്തെ നമ്മൾ എന്തിനും വിലമതിക്കണം.